യദു അശ്ലീല ആംഗ്യം കാണിച്ചു, അടുത്ത പണി മേടിക്കുവാൻ ഒരുങ്ങി കമ്പനി മേയർ. മേയർ അമ്മച്ചി ഇനി ജീവിതത്തിൽ ഇതുപോലൊരു ഏടാകൂടത്തിൽ ചെന്ന് ചാടില്ല. ഒരു പാവം KSRTC ഡ്രൈവറെ റോഡിൽ തടഞ്ഞു നിർത്തി പട്ടി ഷോ കാണിച്ചൊന്ന് ഷൈൻ ചെയ്യാമെന്ന് കരുതി ചെയ്ത പണിയാണ് ഇപ്പോൾ ഇതാ ജാമ്യമില്ലാ വകുപ്പിട്ട് കേസായി. പൂർവ്വകാല ചരിത്രമെല്ലാം ഇതാ നാട്ടുകാർ വലിച്ചിട്ട് എടുത്തിട്ടലക്കി മൊത്തത്തിൽ നാറി. പരീക്ഷയ്ക്ക് കണക്കിന് മുട്ട മേടിച്ചവളാണ് നഗരമാതാവ് എന്ന സത്യവും നാട്ടുകാർ എല്ലാവരും അറിഞ്ഞു. ആദ്യം മൂച്ചിന് മേയർ പരാതി കൊടുത്തു എങ്കിലും ഇപ്പോൾ അത് പിൻവലിച്ചോടിയാൽ കൂടുതൽ നാറും. ഡ്രൈവർ യദു തന്നെ കൈകൊണ്ട് അശ്ലീലാംഗ്യം കാണിച്ചു എന്ന പരാതി പോലീസിന് ഇപ്പോൾ അന്വേഷിക്കാതിരിക്കാനും പറ്റില്ല. യദുവിനെതിരെ നൽകിയ പരാതിയിൽ മേയർ ആര്യ രാജേന്ദ്രന്റെ രഹസ്യമൊഴി രേഖപ്പെടുത്തുവാൻ തയ്യാറെടുക്കുകയാണ് പോലീസ്. ഇതിനായി അന്വേഷണ ഉദ്യോഗസ്ഥനായ കന്റോൺമെന്റ് സ്റ്റേഷൻ ഹൗസ് ഓഫീസർ ചീഫ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതിയിൽ അപേക്ഷ നൽകി. എന്നാൽ ജില്ലാ ജഡ്ജിയായി സ്ഥാനം ലഭിച്ച് ഇന്നലെ സ്ഥലം മാറിപ്പോയ ചീഫ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് ഈ അപേക്ഷ വനിതാ മജിസ്ട്രേറ്റുള്ള മറ്റൊരു കോടതിയിലേക്ക് മാറ്റി. ഇനി ഈ കോടതിയാവും മൊഴി രേഖപ്പെടുത്തുവാനുള്ള തീയതി നിശ്ചയിക്കുക. ഡ്രൈവർ കൈകൊണ്ട് അശ്ലീലാംഗ്യം കാണിച്ചുവെന്നാണ് മേയറുടെ പരാതി. ഇത് തെളിയിക്കുവാൻ മേയർ ഇനി പെടാപ്പാടുപെടും. രാത്രിയിൽ ഇരുട്ടുള്ള ഡ്രൈവർ ക്യാബിനിൽ ഇരുന്ന് ഡ്രൈവർ കൈകൊണ്ട് അശ്ലീലാംഗ്യം കാണിച്ചത് മേയർ കാറിന്റെ പിൻസീറ്റിലിരുന്ന് കണ്ടെന്നാണ് മേയറുടെ പരാതി. കേസ് വിലക്കാൻ വേണ്ടി ഏതോ ഒരു അന്തംകമ്മി പറഞ്ഞത് കേട്ട് തുള്ളിച്ചാടി അതുപോലെ കേസ് കൊടുത്ത മേയർ ഇപ്പോൾ പെട്ടിരിക്കുകയാണ്. ഇത് വ്യാജ പരാതിയാണെന്ന് തെളിഞ്ഞു കഴിഞ്ഞാൽ മേയർ പദവിയും പോകും, നാട്ടുകാർ എടുത്തിട്ട് കിളയ്ക്കുകയും ചെയ്യും. തന്നെ നാണം കെടുത്തിയതിന് യദു മാനനഷ്ടത്തിന് കേസ് ഫയൽ ചെയ്യുകയും ചെയ്യും. ആര്യയും ഭർത്താവ് സച്ചിൻ ദേവ് MLAയും കാർ കുറുകെയിട്ട് നടുറോഡിൽ KSRTC ബസ് തടഞ്ഞ് യാത്രക്കാരെ പാതിരാത്രിയിൽ ഇറക്കിവിട്ടത് വൻ വിവാദമായിരുന്നു. ഡ്രൈവർ യദു നൽകിയ ഹർജിയുടെ അടിസ്ഥാനത്തിൽ കോടതി നിർദ്ദേശപ്രകാരം ഇവർക്കെതിരെ ജാമ്യമില്ലാ വകുപ്പ് പ്രകാരം കേസെടുത്തിട്ടുണ്ട്. മേയറടക്കം 5 പേർക്കെതിരെയാണ് കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. യദുവിന്റെ കേസ് പരിഗണിച്ച തിരുവനന്തപുരം ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതി കേസെടുക്കുവാൻ കന്റോൺമെന്റ് പോലീസിന് നിർദ്ദേശം നൽകുകയായിരുന്നു. സർക്കാർ ഉദ്യോഗസ്ഥന്റെ ഔദ്യോഗിക കൃത്യനിർവഹണം തടസ്സപ്പെടുത്തിയ IPC 353 വകുപ്പാണ് ഇവർക്കെതിരായ ജാമ്യമില്ലാ കുറ്റം. 2 വർഷം തടവ് ശിക്ഷ കിട്ടാവുന്ന വകുപ്പാണിത്. മേയർക്കും കൂട്ടർക്കുമെതിരെ തെളിവ് നശിപ്പിക്കലിന് 7 വർഷം തടവ് ശിക്ഷ കിട്ടാവുന്ന വകുപ്പ് വരെ ചുമത്തിട്ടുണ്ടെങ്കിലും ഇത് ജാമ്യം കിട്ടുന്ന വകുപ്പാണ്. ഏതോ മിടുക്കന്മാർ ഊരിക്കൊണ്ടുപോയ KSRTC ബസ്സിലെ CCTVയുടെ മെമ്മറി കാർഡ് കാണാതായ കേസിലും പോലീസ് വെറുതെ ഓടി നടന്ന് അന്വേഷണം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. കേസിൽ ഡ്രൈവർ യദു, കണ്ടക്ടർ സുബിൻ, സ്റ്റേഷൻ മാസ്റ്റർ ലാൽ രാജീവ് എന്നിവരുടെ മൊഴി പോലീസ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. മൂവരും നൽകിയ മൊഴി പോലീസ് വിശദമായി പരിശോധിച്ചു. പക്ഷേ അതുകൊണ്ടൊന്നും ഒരു പുട്ടും തെളിയിക്കാൻ പറ്റില്ല. യഥാർത്ഥ കള്ളന്മാരെ പോലീസിന് നന്നായി അറിയാമെങ്കിലും അവന്മാരെ പിടിച്ച് അകത്തിട്ടാൽ പോലീസ് മേധാവി AKG സെന്ററിൽ പോയി കുനിഞ്ഞു നിൽക്കേണ്ടി വരും എന്നതിനാൽ അവരെ പിടിക്കില്ല. അതുകൊണ്ട് ഈ കേസ് തെളിയില്ല. വിവാദങ്ങൾക്ക് യാതൊരു പഞ്ഞവുമില്ലാത്ത ഈ നാട്ടിൽ ഈ കേസിന് കൂടിയാൽ ആയുസ് ഒരാഴ്ച കൂടി, അത്ര തന്നെ. അത് കഴിഞ്ഞാൽ ഏത് യദു, എന്തൊരു മേയർ. i2i News, an eye for truth. i2i News സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. നോട്ടിഫിക്കേഷൻ ലഭിക്കുവാൻ ബെൽ ബട്ടണും അമർത്തുക.